ദം ചെയ്തെടുത്ത ചിക്കൻ ബിരിയാണി. ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ: 1/2 കിലോ ചിക്കൻ, ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, 3 ടേബിൾ സ്പൂൺ തൈര്, മല്ലിയില, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് നീരെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 7 വെളുത്തുള്ളി ചതച്ചെടുത്തത്, പച്ചമുളക് ആവശ്യത്തിന്. ഞാൻ എടുത്തേക്കണ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ്, അതൊരു 7 എണ്ണം എടുക്കുക. 2 വലിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് വേണ്ട മസാല: 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 9 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം ജാതിപത്രി, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു 7 കറിയാമ്പൂ. ഈ മസാല എല്ലാം കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബസ്മതി അരി 1/4 കപ്പ്. ഈ കപ്പുമ്മ ഒരു 1/4 കപ്പ് ബസ്മതി അരിയാണ് എടുത്തേക്കുന്നത്. അരി വേവിക്കുമ്പോൾ വെള്ളത്തിലിടാൻ വേണ്ട മസാല: ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 5 ഏലക്കായ, ഒരു 4 കറിയാമ്പൂ, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ചിക്കനെ നമ്മൾ കറിയാക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി വേവിച്ചെടുക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം നമ്മൾ ബിരിയാണീനെ ദമ്മാക്കും. ഈ ദമ്മാക്കുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, ഒരു 7 ബദാം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് അതിൻ്റെ തൊണ്ട് കളഞ്ഞെടുത്തത്, ഒരു 2 നുള്ള സഫ്രോണ്, പിന്നെ അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വറുത്തെടുത്ത സവോള, നെയ്യ്. ഇനി നമുക്ക് ചിക്കൻ കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഈ പാൻ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം. പെരിഞ്ജീരകവും ഏലക്കായയും കറുകപ്പട്ടയും കറിയാമ്പും ജാതിപത്രിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മസാല പൊടിച്ചത് റെഡി ആയിട്ട്. ഈ മസാല പൊടിച്ചെടുക്കുമ്പോൾ ഇത് ഏലക്കായുടെ തൊണ്ടുണ്ടോ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് മുകളിലേക്ക് വരും. നമുക്ക് ആ തൊണ്ട് എടുത്തൊന്നും മാറ്റില്ല. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. ഈ എണ്ണയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നമുക്ക് നെയ്യിലും ഉണ്ടാക്കാം. കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് സവാള ഇടാം. ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കും. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയിൽ കുത്തൊന്ന് പോയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഇനി മുളക് പൊടി ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളിയും ചിക്കനും ചേർക്കാം. അവിടെ മുളക് പൊടി ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. തക്കാളി ചേർക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ചെറുതീരിട്ട് 5 മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിക്കാം. കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തൈരും നാരങ്ങ നീരും
മസാലപ്പൊടിയും ചേർത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിക്കാം. ചിക്കൻ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് തൈരും നാരങ്ങയും മസാല പൊടിച്ചതും ചേർക്കാം. ഇനി ചിക്കൻ റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഈ ബദാമും തേങ്ങാപ്പാലും സഫ്രോണും കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമുക്കൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് ബദാമും തേങ്ങാപ്പാലും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ആദ്യം അരയ്ക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബദാം ശരിക്കും അരഞ്ഞിട്ട് ഒരു 2 നുള്ള് സഫ്രോൺ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും സഫ്രോണും ബദാമും കൂടിയിട്ട് അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർക്കാം. നമുക്കിനി നീക്കി വയ്ക്കാം. ഇടയ്ക്ക് നമ്മൾ കറി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇനി ബിരിയാണി ദമ്മാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ടൊരു സാധനം കൂടി ആവശ്യമുണ്ട്, ഗോതമ്പ് പൊടി. ഇത് നമ്മൾ ബിരിയാണി ദമ്മാക്കുമ്പോൾ അതിൻ്റെ അടുപ്പം നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗോതമ്പ് പൊടി നന്നായിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുത്തിരിക്കുക. ഇടയ്ക്ക് ചിക്കൻ കറി ഒന്ന് ഇളക്കി കിടക്കണം, അത് ചിലപ്പോൾ അടിയിൽ പിടിക്കും. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമ്മളെ തൈരും നാരങ്ങ നീരൊക്കെ ഒഴിച്ചപ്പോൾ കറിക്ക് നല്ല പുളിയും നല്ല എരിവുണ്ട് കറിക്ക്. അപ്പോൾ നമ്മുടെ റൈസിൽ മിക്സ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്കത് മാറ്റി അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാം. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മളിതിലേക്ക് മസാലയും ഉപ്പും പിന്നെ അരിയും ചേർത്തിട്ട് വേവിക്കും. അരി ഒരു 3/4 ഭാഗം വേവായി കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളം നമ്മൾ ഊറ്റിക്കളയും. നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് മസാല ഇടാം. നല്ല ജീരകവും കറുകപ്പട്ടയും കറിയാമ്പും ഏലക്കായും. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുത്ത അരി ചേർക്കാം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി ഒരു 3/4 ഭാഗം വെന്താൽ മതി. ഇടയ്ക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ അരി ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇനി അതിനകത്ത് നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. ബിരിയാണിയുടെ അരി വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. വേവൊന്നും കൂടിയിട്ടില്ല, ഒരു 3/4 ഭാഗം വെന്തിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള വേവ് നമ്മൾ ദമ്മാക്കുമ്പോൾ വേവും. ഇനി നമുക്ക് ബിരിയാണി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. നല്ല കട്ടിയുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുക. ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ബിരിയാണി ദമ്മാക്കാൻ പോണത്. അപ്പോൾ നല്ല കട്ടിയുള്ളൊരു പാത്രം എടുക്കുക. പിന്നെ ഈ ചോറും ഈ കറിയും എല്ലാം കൂടി നന്നായിട്ട് ഫിറ്റാവുന്ന ഒരു പാത്രമായിരിക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നമുക്കിതിലേക്ക് ആദ്യം ഒരു ലെയർ കറി ഇടാം. നമുക്ക് ഒരു ലെയർ റൈസ് ഇടാം. ഇപ്പോൾ ഒരു ലെയർ റൈസ് ഇട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബദാമും തേങ്ങാപ്പാലും സഫ്രോണും കൂടി അരച്ച് വെച്ചേക്കണ പാലൊഴിക്കുക. എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ട് ഒഴിക്കുക.
മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും. എല്ലായിടത്തേക്കും ആ ഭാഗത്തിന് ഒഴിക്കണം, എല്ലായിടത്തും ഒഴിക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കണം സവോള ചേർക്കാം. നമ്മുടെ ആദ്യത്തെ ലെയർ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമതും ചിക്കൻ ഇടാം. ഓക്കെ, ബദാമും സഫ്രോണും തേങ്ങാപ്പാലും കൂടി അരച്ചത് ചേർക്കാം. മല്ലിയില ഇടാം, നെയ്യ് ഒഴിക്കും. മുകളിലേക്ക് നമുക്ക് സവോള ഇടാം. സഫ്രോണിൻ്റെ മിൽക്കും കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് ചേർക്കാം. സൈഡിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന സവോള ചേർക്കാം. നമ്മുടെ ബിരിയാണി സെറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ദമ്മാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിൻ്റെ മൂടിയെടുക്കണം. മൂടി എടുത്തിട്ട് ഇങ്ങനെ കമത്തി വയ്ക്കാം. കമത്തി വെച്ചിട്ട് ഗോതമ്പ് പൊടി ചപ്പാത്തിയുടെ മാവിൻ്റെ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ പിടിപ്പിക്കാം. പിന്നെ ചുറ്റോറങ്ങനെ പിടിപ്പിക്കാം. ഈ പാത്രത്തിലേക്ക് പിടിക്കരുത്, പാത്രത്തിൻ്റെ അടപ്പന്മ മാത്രം പിടിപ്പിക്കാവൂ. ഈ പാത്രത്തിൻ്റെ അടുപ്പിലെടുത്തിട്ട് നമുക്കിന് കമത്തി വെച്ചിട്ട് മൂടുക. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും. നമ്മുടെ പാത്രം നല്ല എയർ ടൈറ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് നല്ല തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് ഒന്ന് ചൂടാക്കും. അപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടാകും. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലത്തെ നല്ല പരന്നിട്ടുള്ളൊരു തവ എടുത്തിട്ട് ഈ തവ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ തവയുടെ മുകളിൽ നമ്മുടെ ഈ ബിരിയാണിയുടെ ഈ പാത്രം കയറ്റി വയ്ക്കും. എന്നിട്ട് ചെറു തീയിലിട്ടിട്ട് ഒരു അരമണിക്കൂർ ഇതിങ്ങനെ വെക്കണം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മാവയ്ക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ബിരിയാണി ദമ്മായിട്ടുണ്ടാവും. ഞാൻ തന്നെ നമുക്ക് തീ കത്തിച്ചിട്ട് ഒരു 3 മിനിറ്റ് നല്ല തീയിലിടാം. അപ്പോൾ ഈ പാത്രം നന്നായിട്ടൊന്ന് ചൂടാവും. അപ്പോൾ നമ്മുടെ പാത്രം നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് നോക്കാം. ഇതിൻ്റെ സൈഡിൽ അങ്ങനെ വല്ല ഹോളെങ്ങനെ ഉണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ചുറ്റോറും. ഈ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് നമുക്ക് നമ്മുടെ തവ വെച്ചിട്ട് ചൂടാക്കാം. നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ട് നമുക്കിതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വയ്ക്കാം. തീ നന്നായിട്ട് കുറച്ചിടാം. കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. മാവയ്ക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാവൊക്കെ എടുത്ത് മാറ്റാം.